ആദ്യം ശ്രീ കെ.എസ്. അരുൺകുമാർ, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപത്തെ ദിവസം ഇങ്ങനെയൊരു വിഷയം ചർച്ചയാക്കേണ്ടി വന്നത് തന്നെ ഇന്ന് കെ സുധാകരൻ ഇ.പി. ജയരാജന്റെ പേര് പറഞ്ഞതുകൊണ്ടാണ്. 2 ദിവസം മുമ്പ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു, ഒരു മുതിർന്ന CPM നേതാവ്, അതും മുഖ്യമന്ത്രിയോടൊപ്പം തലപ്പൊക്കമുള്ള ഒരു നേതാവ് BJP-യിൽ ചേരാനായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഞാൻ ആ പേര് പറയില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ശോഭയെ കൊണ്ട് ആ പേര് ഒന്നുകൂടി ഉറപ്പിച്ച് പറയിപ്പിച്ചത് കെ സുധാകരൻ്റെ ഈ വാക്കുകളായിരുന്നു. ഇ.പി. ജയരാജൻ എന്തിന് ചർച്ച നടത്തി എന്നതിൽ ഇപ്പോഴും 2 പക്ഷം നിൽക്കുകയാണ്. ഒന്ന്, BJP-യിൽ ചേരാൻ വേണ്ടി; 2, CPM BJP ഡീലിംഗ്സ് ഉറപ്പിക്കുന്നതിന് വേണ്ടി. രണ്ടിലൊന്ന് സംഭവിച്ചിട്ടുണ്ട്. ശ്രീ കെ.എസ്. അരുൺകുമാർ, ഇതുവരെ വന്ന വെളിപ്പെടുത്തലുകളിൽ നോക്കുമ്പോൾ നാളെ നടക്കാൻ പോകുന്ന 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും അതിശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. വലിയ മുന്നേറ്റമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ രാജ്യം ഇങ്ങനെ നിലനിൽക്കണമോ, ഇന്ത്യയുടെ മതേതരത്വവും ഫെഡറലിസവും ജനാധിപത്യവും നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിൽ തന്നെ തുടരുമോ എന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ചോദ്യം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 5 വർഷം നിരവധി മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകി അതൊന്നും പാലിക്കാതെ ഈ രാജ്യത്തെ ജനങ്ങളെ കൂടുതൽ തീരാ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടു. അത് പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും കാര്യത്തിലുമെല്ലാം രാജ്യം എങ്ങനെയായിരുന്നോ കഴിഞ്ഞ 10 വർഷം മുമ്പ്, ഇപ്പോൾ അതിന്റെ എല്ലാം പടിപടിയായി താഴേക്ക് ഇറങ്ങി ഏറ്റവും ദയനീയ സാഹചര്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ മതസാഹോദര്യത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ മതവൈര്യത്തിന്റെ കലാപത്തിയിൽ ചുട്ടരിച്ച് ഒരു മതരാഷ്ട്രമാക്കി ഈ രാജ്യത്തെ മാറ്റാൻ വേണ്ടി നിരവധി നിയമനിർമ്മാണവും തുടർ ഇടപെടലും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കുന്നു, കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു, എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ രാജ്യം നേരിടുന്ന നീറുന്ന പ്രശ്നങ്ങൾ ഏറ്റവും ഗൗരവമായി ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. സംസ്ഥാനത്താണെങ്കിൽ കഴിഞ്ഞ 7.5 വർഷമായി കേരള ഗവൺമെന്റിന്റെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ച് വികസന പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിച്ച് മുന്നോട്ട് പോകുന്നു. അടുത്ത കാലത്ത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള നികുതി നിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കടമെടുക്കാനുള്ള തോത് വെട്ടിക്കുറച്ചതിന്റെ ഭാഗമായിട്ടുണ്ടായ പ്രശ്നങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വിശദീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഇടയിൽ അടുത്ത കാലത്ത് കോൺഗ്രസ് BJP-ആയി മാറിയതും ആ ഒഴുക്കും എല്ലാം തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി ഉയർത്തിയിട്ടുണ്ട്. 16ഓളം മുഖ്യമന്ത്രിമാരാണ് അടുത്ത കാലത്ത് കോൺഗ്രസ് വിട്ട് BJP-ആയി മാറിയത്. ഇന്നിപ്പോ ഇന്ത്യയിലുള്ള 4 BJP-യുടെ മുഖ്യമന്ത്രിമാർ പഴയകാല കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ തന്നെയാണ്. ഇതെല്ലാം കണക്കുകൾ വെച്ച് തന്നെ നിരവധി ചർച്ചകളിലും സംവാദങ്ങളിലും എല്ലാം നമ്മൾ പങ്കെടുത്തിട്ടുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വന്ന് ഇത്തരത്തിൽ കെ സുധാകരൻ ഒരു വെളിപ്പെടുത്തൽ നടത്തുക, അതിന് സഖാവ് EP അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. 2 ദിവസമായി എന്തൊക്കെയോ ശോഭാ സുരേന്ദ്രൻ വിളിച്ചു പറയുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ പല വെളിപ്പെടുത്തലുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ദല്ലാൽ നന്ദകുമാർ വരുന്നുണ്ട്. അദ്ദേഹം പലതും വാങ്ങിച്ച വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതൊന്നും ആരും ഓൺ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷം അതിന്റെ ഒന്നും പുറകിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇതൊന്നും ഞങ്ങൾ വലിയ പ്രാധാന്യമൊന്നും കാണുന്നില്ല. EP ജയരാജൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും മരുന്ന് കഴിക്കാത്ത ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് പറയുമ്പോൾ BJP-ക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ചാമ്പ്യൻ ആര് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ്. അത് മാത്രമല്ല, കോൺഗ്രസിൽ നിന്ന് ഒട്ടേറെ നേതാക്കൾ BJP-യിലേക്ക് പോയിട്ടുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. താങ്കൾ ആ പറഞ്ഞ കാര്യങ്ങൾ ശരിയുമാണ്. പക്ഷേ ഈ BJP മോഹം അത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് മാത്രമല്ല, CPM-ന്റെ നേതാക്കൾക്കുമുണ്ട്, അത് മുതിർന്ന നേതാക്കൾക്ക് പോലും ഉണ്ട് എന്നതിന്റെ ഉദാഹരണമാണല്ലോ ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് മറ്റാരുമല്ല, ഇത് BJP ക്യാമ്പിൽ നിന്ന് ഞങ്ങളുമായിട്ട് ചർച്ച നടത്തിയ ഒരാളുടെ പേര് ഞങ്ങൾ പറയുന്നു എന്ന രീതിയിൽ വന്നതല്ല. ദല്ലാൽ നന്ദകുമാർ എന്നയാളാണ് ഇതിന് തുടക്കമിട്ടത്. ജയരാജനുമായി വളരെ അടുത്ത ബന്ധമുള്ളയാളാണ് ദല്ലാൽ നന്ദകുമാർ. ഏറ്റവും ഒടുവിൽ ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയതും ജയരാജനോട് ചോദിച്ചിട്ടാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ജയരാജന് ഡാമേജ് ഉണ്ടാകാത്ത രീതിയിലുള്ള പ്രസ്താവനകളാണ് അദ്ദേഹം ഇന്ന് നടത്തിയതും. ചർച്ച നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജാവദേക്കറുമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ജയരാജൻ പറയുകയാണ് ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ എന്ന്. ശോഭാ സുരേന്ദ്രൻ ഞാൻ അറിയുക പോലും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജയരാജൻ തടിയൂരുകയാണ്. വിശ്വസിക്കാൻ പ്രയാസമാണ്. ശ്രീ കെ.എസ്. അരുൺകുമാർ, അല്ല, ഇതില് ആരെയും വിശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ ഇന്ന രൂപത്തിൽ നിങ്ങൾ വിശ്വസിക്കണമെന്നൊന്നും ഞങ്ങൾ നിർബന്ധം പിടിക്കുന്നില്ല. കാരണം ഇവിടെ ശ്രീ EP ജയരാജൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കൂടിക്കാഴ്ചയും ഒരു തരത്തിലുള്ള ചർച്ചയും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതാണ് ആധികാരികം. അങ്ങനെയാണെങ്കിൽ കെ സുധാകരനെതിരെ ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിലും നിങ്ങൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, BJP-യുമായി ചർച്ച നടത്തി BJP-യിലേക്ക് പോകാൻ തീരുമാനിച്ച ആളാണ് കെ സുധാകരൻ, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് എന്ന കാര്യം.
നിങ്ങൾ ഉന്നയിക്കുന്നതാണല്ലോ. ഇന്ന് ജയരാജൻ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞു അതിന് നിങ്ങളുടെ കയ്യിൽ എന്ത് ആധികാരികമായ ഉണ്ടായിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. സുധാകരൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എന്ന്. എന്നിട്ടും സുധാകരനെതിരെ നിങ്ങൾ വാളെടുത്തല്ലോ. അപ്പോൾ ജയരാജൻ അങ്ങനെ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് ആ ചർച്ചയിൽ പങ്കാളികളായവർ കൂടി പറയുമ്പോൾ നിങ്ങൾ നിഷേധിക്കുകയാണ്. അതെങ്ങനെയാണ് രണ്ട് നീതി? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഐ വിൽ ഗോ വിത്ത് BJP എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നലെ തെരഞ്ഞെടുപ്പിന്റെ പര്യടനം അവസാനിക്കുന്ന 5 മണിക്ക് ശേഷം 6 മണി വരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വെച്ച് പോലും ഐ വിൽ ഗോ വിത്ത് BJP എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെ സുധാകരൻ, അദ്ദേഹം തുടർച്ചയായി നടത്തിയ പ്രസ്താവനകൾ നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്നും കണ്ണൂർ RSS ശാഖയെ വളർത്താൻ ഞാനാണ് അതുല്യമായ സംഭാവന നൽകിയത് എന്നും അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ആരെങ്കിലും ആവർത്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ആരും പറഞ്ഞുകൊണ്ടാണോ കേരള ജനത മനസ്സിലാക്കിയത്? അത് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. ഇപ്പൊ ഈ കേരളത്തിൽ 4 BJPയുടെ സ്ഥാനാർത്ഥിമാർ പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരാണെന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലില്ലേ? ഈ കേരളത്തിൽ 4 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് ആകെ ഉണ്ടായിരുന്നത്. ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ ഇപ്പോൾ BJPയിലാണ്. അതുപോലെ തന്നെ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJPയുടെ സ്ഥാനാർത്ഥിയാണ്, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി, ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിലാണ്. ഇനി ആകെ പോകാനുള്ളത് ഉമ്മൻചാണ്ടിയുടെ മകൻ മാത്രമാണ്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഉള്ളപ്പോ ഏതെങ്കിലും CPMന്റെ ഉത്തരവാദിത്തപ്പെട്ടയാൾ അങ്ങനെ ചർച്ച നടത്തി പോകൂ? എത്ര നുണപ്രചരണങ്ങളുടെ പുറകെ പോയാലും അത് ചർച്ച ചെയ്തോട്ടെ. കാരണം ആർക്കും ആരോപണം ഉന്നയിക്കാം. ആ ആരോപണത്തിന്റെ ഭാഗമായി പലർക്കും പത്രസമ്മേളനം നടത്താം. പത്രക്കാർക്കും മറ്റൊന്നും ചർച്ച ചെയ്യാൻ കിട്ടാതെ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം കൊണ്ടുവന്ന് അത് ചർച്ച ചെയ്യാം. അത് വച്ചുകൊണ്ട് ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റത്തെ തടയാനോ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന രാഷ്ട്രീയത്തെ അപ്രസക്തമാക്കാനോ ഒന്നും കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം ശരിയാണ്. CPM എന്തായാലും ഇക്കാര്യം ഓൺ ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ EP ജയരാജൻ അത് നിഷേധിക്കുകയും ചെയ്തത്. തെരഞ്ഞെടുപ്പിന് ശേഷം എന്തായാലും ഇത് വലിയ ചർച്ചാ വിഷയമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല ഇതിന്റെ തെളിവുകൾ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഇന്ന് ശോഭ പറഞ്ഞതിൽ EP ജയരാജന്റെ മകൻ ഇല്ലേ ശോഭയ്ക്ക് അയച്ച വാട്സപ്പ് സന്ദേശമൊക്കെ ഉണ്ട്. അത് ഈ ചർച്ചകളെ കുറിച്ചുള്ളതാണ്. പിന്നെ ഒരുപാട് കാര്യമുണ്ട്, ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യം ഒക്കെ വന്നിട്ടുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക്